20,000 രൂപയിൽ താഴെ നിങ്ങളൊരു ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് ബെസ്റ്റ് ഫോൺ ആയിട്ട് 20,000 താഴെ വരുന്ന ഫോണുകളുടെ ഒരു ലിസ്റ്റിംഗ് ആണ് ഞാൻ നടത്താൻ പോകുന്നത്. ഇതിൽ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ഉണ്ട്, ഓൾറൗണ്ടർ ഫോൺ ആയിട്ടുള്ള ഫോൺ ഉണ്ട്, റിയൽമി ഫോൺ, റെഡ്മി ഫോൺ, പോക്കോ ഫോൺ, സാംസങ് ഫോൺ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിന്റെ ഒരു നല്ല ഫോൺ ഏതായിരിക്കും എന്നുള്ളത് ഈ വീഡിയോ ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്ത് തന്നെയായാലും വിശദമായ വീഡിയോസ് കണ്ടു നോക്കിയിട്ട് ബോധ്യപ്പെട്ടിട്ട് മാത്രം വാങ്ങിക്കാം. ഒപ്പം സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കാരണം ഇപ്പൊ സർവീസ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഇഷ്ടംപോലെ കംപ്ലൈന്റുകൾ ഫോണുകൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോ ക്യാഫ്. അപ്പൊ ആദ്യം തന്നെ ഒരു നല്ല ഓൾറൗണ്ടർ ഫോൺ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ബ്രാൻഡ് ഒന്നും പ്രശ്നമല്ല. ഓൾറൗണ്ടർ ഫോൺ, ക്യാമറ, ഡിസൈൻ, പെർഫോമൻസ്, ബാറ്ററി എല്ലാം ഒരു ഡീസന്റ് ലെവൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് റെഡ്മി നോട്ട് 13 ആണ്. ഇതിന്റെ വില 17,990 രൂപയുള്ളൂ. ആ വിലയ്ക്ക് തീർച്ചയായിട്ടും വേണ്ടുന്ന എല്ലാം അവർ ആ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 6.67 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡയമൻസിറ്റി 6080 പ്രോസസർ വരുന്നുണ്ട്. 108 MP മെയിൻ ക്യാമറ, 16 MP സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, ഒപ്പം തന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. മൊത്തത്തിൽ 18,000 രൂപയ്ക്ക് ഒരു ഓൾറൗണ്ടർ ഫോൺ നമുക്ക് ഈ റെഡ്മി നോട്ട് 13 പറയാം. ഇതാണ് ഒരു ഫോൺ. മറ്റേതാണ് പോക്കോ X6. ഇത് വന്നിട്ട് 21 സംതിങ് ആണ് ഇതിന്റെ വില. പക്ഷേ ഓഫറിൽ മിക്കവാറും ഒക്കെ 20,000 രൂപ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. സോ നോ ടെൻഷൻ, ആ ഫോണും ഇതുപോലെ ഒരു ഓൾറൗണ്ടർ ഫോണാണ്. ഇതിനകത്ത് 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, 7 Gen 2 പ്രോസസർ വരുന്നുണ്ട്, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്, 5100 mAh ബാറ്ററി വരുന്നുണ്ട്. മൊത്തത്തിൽ ആ ഒരു വിലയ്ക്ക് വേണ്ടുന്ന ഘടകങ്ങളെല്ലാം ഉണ്ട്. ഡീസന്റ് ക്യാമറയും വരുന്നുണ്ട്. സോ പോക്കോ X6 നമുക്ക് എടുക്കാവുന്ന ഒരു ഓൾറൗണ്ടർ ഫോണാണ്. വിശദമായ വീഡിയോസ് കണ്ടു നോക്കി എല്ലാ ഘടകങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റിയതാണെന്ന് ഉറപ്പിച്ചിട്ട് മാത്രം എടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണ് ഓരോ ഫോണുകളും. ഇതും ഒരു ഓൾറൗണ്ടർ ഫോണാണ്. പിന്നെ ഈ പോക്കോ, റെഡ്മി എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഫോണുകളുടെ കാര്യത്തിലും പറയാനുള്ള ഒരു കാര്യം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ ചില ഇഷ്യൂസ് വരിക, അതേപോലെ ബോർഡ് അടിച്ച് പോകുന്ന ഇഷ്യൂ പോക്കോ ഫോണുകളിൽ കാണുക, ഇതൊക്കെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നമുക്കറിയാം OnePlusന്റെ ഫോണിലൊക്കെ ഈ ഡിസ്പ്ലേ ഇഷ്യൂ വരുന്ന പറയുമ്പോൾ ഇവിടെയും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കോൺഫിഡൻസ് തോന്നുമെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരു ക്ലീൻ എക്സ്പീരിയൻസ് ഉള്ള ഫോണാണ് വേണ്ടതെങ്കിൽ രണ്ട് ഓപ്ഷനുകളുണ്ട്. അത്യാവശ്യം നല്ലതെന്ന് പറയാവുന്നത് ഒന്ന് മോട്ടോ G84 ആണ്. ഇതിനകത്ത് POLED ഡിസ്പ്ലേ ആണ് വരുന്നത്, 5000 mAh ബാറ്ററി വരുന്നുണ്ട്, 30 വാട്ടിന്റെ ചാർജിംഗ് വരുന്നുണ്ട്, 50 MP മെയിൻ ക്യാമറ, 16 MP സെൽഫി ക്യാമറ, ഡോൾബി സൗണ്ടും കാര്യങ്ങളുണ്ട്, അത്യാവശ്യം ഡീസന്റ് ആയ ക്യാമറയുണ്ട്. മൊത്തത്തിൽ അത്യാവശ്യം നല്ലൊരു മോട്ടോ ഫോണാണ്. ക്ലീൻ UI തരുന്ന ഒരു ഫോണാണ് മോട്ടോ G84. വിശദമായ വീഡിയോസ് കണ്ടു നോക്കാൻ മറക്കണ്ട. 18,000 രൂപ റേഞ്ചിൽ തന്നെയാണ് ഇതിന്റെയും വില വരുന്നത്. ആകെ ഒരു പ്രശ്നം, സ്നാപ്ഡ്രാഗൺ 695 ആണ് ഇതിലെ പ്രോസസർ. ഇത് വന്നിട്ട് കുറച്ചായി 4K ഒന്നും സപ്പോർട്ട് ചെയ്യില്ല ഈ പ്രോസസറിൽ. അങ്ങനെ ചെറിയ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്റെ വിശദമായ വീഡിയോ ഒന്ന് കണ്ടു നോക്കി മനസ്സിലാക്കിക്കോളൂ. മോട്ടോ ഓക്കെ ആണെങ്കിൽ എടുക്കാം. ഇനി മറ്റൊരു ഫോണാണ് ഇതേ ക്ലീൻ എക്സ്പീരിയൻസ് തരുന്നത്, ലാവ അഗ്രി 2. ഡയമൻസിറ്റി 7050 എന്ന പ്രോസസർ ഉണ്ട്, 50 MP മെയിൻ ക്യാമറ, 16 MP സെൽഫി ക്യാമറ ഒരു ശരാശരി നിലവാരമാണ് കേട്ടോ. അതൊന്ന് പ്രത്യേകം ചെക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ ക്യാമറയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ 120 ഹെർട്സിന്റെ കർവ്ഡ് ഡിസ്പ്ലേ വരുന്നത്, 4700 mAh ബാറ്ററി വരുന്നുണ്ട്, 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. മൊത്തത്തിൽ നല്ല ഫോണാണ് ഒറ്റ നോട്ടത്തിൽ. എങ്കിലും ലാവയുടെ ഫോണുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ കോൺഫിഡൻസ് തോന്നുമെങ്കിൽ, ഇന്ത്യൻ ഫോണുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം. സർവീസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തോളൂ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. കാരണം ഞാൻ ലാവയുടെ അധികം അങ്ങനെ സർവീസുമായി ബന്ധപ്പെട്ട് എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. സോ ആരെങ്കിലും അങ്ങനെ ലാവ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ എല്ലാവർക്കും കമന്റ് കൂടി ഒന്ന് പരിശോധിച്ചാൽ ഒരു ഐഡിയ കിട്ടും എങ്ങനെയുണ്ട് ലാവ സർവീസിന്റെ കാര്യത്തിലെന്ന്. ഇനി അടുത്തതായിട്ട് ഗെയിം കളിക്കാൻ ഒരു ഫോൺ നോക്കുന്നവരാണെങ്കിൽ ഇവിടെ കിട്ടാവുന്ന ഏറ്റവും പവർഫുൾ ആയ ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഫോൺ 20,000 താഴെ നോക്കിയാൽ ഇൻഫിനിക്സിന്റെ GT10 Pro ആണ്. ഇതിന്റെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഒന്നിലധികം വീഡിയോ കണ്ടു നോക്കി ഓക്കെ ആണെന്ന് ഉറപ്പിച്ചിട്ട് മാത്രം എടുക്കുക. കാരണം ഇൻഫിനിക്സിന്റെ കാര്യത്തിൽ സർവീസും കാര്യങ്ങളും അതിന്റെ റിലയബിലിറ്റി എങ്ങനെയാണ് നമുക്ക് 100% ഡിപ്പെൻഡ് ചെയ്യാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ടെസ്റ്റ് ചെയ്തിടത്തോളം കൊണ്ട് കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഞാനിത് സ്ഥിരമായി ഉപയോഗിച്ച് അങ്ങനെ ഇത് അടിപൊളി എന്ന് പറയാനുള്ളൊരു ധൈര്യമില്ല എനിക്ക്. അത്രയും വലിയ എക്സ്പീരിയൻസ് ആയിട്ട് കുറവാണ്. പക്ഷേ ടെസ്റ്റ് ചെയ്തിടത്തോളം കൊണ്ട് ഫോണുകൾക്കൊന്നും ഒരു കുഴപ്പവും കണ്ടിട്ടില്ല. എങ്കിലും ഇൻഫിനിക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എല്ലാവരും കമന്റ് കൂടി നോക്കുക. എല്ലാവരുടെയും അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് മാത്രം ചൂസ് ചെയ്യുക. ഈ ഫോൺ അത്യാവശ്യം നല്ലതാണ്. ഡയമൻസിറ്റി 8050 എന്ന പ്രോസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഉണ്ട്, ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഇതിൽ 6.67 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ഉണ്ട്, 108 മെഗാപിക്സലിന്റെ ക്യാമറ വരുന്നുണ്ട്, 5000 mAh ബാറ്ററി, 45 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ്. ഓവറോൾ ഒരു ഡീസന്റ് ഇൻഫിനിക്സ് ഫോണാണ്. ക്യാമറയാണ് ഇതിലെ ഒരു ചെറിയ പോരായ്മയായിട്ട് ഞാൻ അതിന്റെ അൺബോക്സിംഗ് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ക്യാമറ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ക്യാമറയൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ വേണമെന്നുള്ളവരാണെങ്കിൽ അതിന്റെ ക്യാമറ സാമ്പിൾസ് ഒക്കെ വ്യക്തമായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയതാണെന്ന് ഉറപ്പിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട 3 കാറ്റഗറിയിൽപ്പെട്ട ഫോണുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെയാണ് ബെസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഞങ്ങൾക്ക് ചില സ്പെസിഫിക് ബ്രാൻഡുകളുടെ ഫോൺ വേണമെന്ന് തീർത്ത് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി റിയൽമിയുടെ ഫോണാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നാർസോ 60 Pro വന്നിട്ട് അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഈ ഒരു ഫോണിൽ ഡയമൻസിറ്റി 7020 എന്ന പ്രോസറാണ് വരുന്നത്. അത്യാവശ്യം ഡീസന്റ് പെർഫോമൻസ് കിട്ടും. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെയും പ്രശ്നമില്ല. 5000 mAh ബാറ്ററിയും 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. ക്യാമറയും വലിയ തരക്കേടില്ലാത്ത ക്യാമറയാണെന്നാണ് എന്റെ ഓർമ്മ. സോ മൊത്തത്തിൽ ശരാശരി നിലവാരമുള്ള ഒരു നല്ല റിയൽമി ഫോണാണ്. ഒന്ന് വിശദമായിട്ട് പരിശോധിച്ചോളൂ, അതിനുശേഷം ചൂസ് ചെയ്യാം. പിന്നെ റിയൽമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. കുറെ ഹോട്ട് ആപ്പ്, ഹോട്ട് ഗെയിംസ്, പരസ്യ ആപ്ലിക്കേഷനുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് കാണും. പക്ഷെ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് സെറ്റപ്പ് ചെയ്തെടുക്കുക.
പിന്നെ ക്യാമറയുടെ ഭാഗം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ചെക്ക് ചെയ്യാം. ബാക്കിയെല്ലാം ഒരു ശരാശരി നിലവാരമുള്ള ഡീസന്റ് ഫോണാണ്. ഇനി സാംസങ്ങിന്റെ ഫോണേ ഞങ്ങൾ എടുക്കൂ, ഞങ്ങൾക്ക് സാംസങ്ങിന്റെ ഫോൺ തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ 2 ഓപ്ഷൻ. നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ A15 എടുക്കാം, അതല്ല നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ ഓക്കെ ആണെങ്കിൽ M34 അല്ലെങ്കിൽ F34 അതേതെങ്കിലും ഒക്കെ നോക്കാവുന്നതാണ്. M34 നോക്കിയാൽ 6.5 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ അത്യാവശ്യം ഡീസന്റ് ക്യാമറ സെറ്റപ്പ് ആണ്. ക്യാമറ സാമ്പിളൊക്കെ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുക. അത്യാവശ്യം നല്ല ക്യാമറയാണ്. 6000 mAh ബാറ്ററിയാണ് വരുന്നത്. ചാർജർ ഒന്നും ബോക്സിൽ ഇല്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക. 4 വർഷത്തെ ആനോഡ് അപ്ഡേറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു നല്ല വശം. അപ്പോഴും 4 വർഷം വരെ നിങ്ങൾ ഈ ഒരു നോച്ച് ഡിസൈനൊക്കെ ഉള്ള ഈ ഒരു ഡിസൈൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിലത്തെ ഒരു പ്രശ്നം. നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ സാംസങ്ങിന്റെ ഫോൺ എന്ന രീതിയിൽ നല്ല ഫോണാണെന്ന് പറയാം. അത്രേ ഉള്ളൂ. സാംസങ്ങിന്റെ ഫോൺ നോക്കുന്നവർക്ക് M34 അല്ലെങ്കിൽ F34 അതും അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാവുന്ന A50 ഇത് മൂന്നിലേതെങ്കിലും പറഞ്ഞ് ചൂസ് ചെയ്യാം. ഇനി ഇതൊന്നുമല്ല, ഞങ്ങൾക്ക് OnePlusന്റെ ഫോൺ തന്നെ വേണം, അത് 20,000 താഴെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ കിട്ടാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് OnePlusന്റെ Nord CE3 ലൈറ്റ് ആണ്. അതൊരു ശരാശരി ഡീസന്റ് നിലവാരമുള്ള OnePlus ഫോണാണ്. ടോപ്പ് ക്വാളിറ്റി ക്യാമറ, ടോപ്പ് ക്വാളിറ്റി പെർഫോമൻസ് ഒന്നുമല്ല, എല്ലാം ഒരു ആവറേജ് ശരാശരി നിലവാരത്തിലുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 പ്രോസസർ, സോ 4K വീഡിയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു ഡീസന്റ് ലെവലുള്ള പെർഫോമൻസ് തീർച്ചയായിട്ടും കിട്ടും. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. ഓവറോൾ എനിക്ക് വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല. നല്ല രീതിയിലുള്ള ഒരു ഓക്സിജൻ നോയ്സ് എക്സ്പീരിയൻസ് നമുക്ക് 20,000 താഴെ കിട്ടുന്നുള്ളതാണ് ഈ ഫോണിന്റെ പ്രത്യേകത. സോ അതാണ് OnePlus ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഫോൺ. പിന്നെ വിവോയുടെ T സീരീസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾക്ക് എടുക്കാവുന്നുള്ളൂ. വിവോ വേണമെങ്കിൽ, ഓപ്പോയുടെ ഒന്നും അങ്ങനെ പറയാനില്ല. സോ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബെസ്റ്റ് ഫോൺസ് ആയിട്ട് 20,000 താഴെ ഇപ്പോഴേക്ക് ബെസ്റ്റ് ഫോൺസ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫോണുകൾ. സോ ആദ്യം പറഞ്ഞ 3 കാറ്റഗറിയാണ് മെയിൻ. പിന്നീട് ഓരോ ബ്രാൻഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്ന ഫോണുകൾ നമ്മൾ പറഞ്ഞു. സോ 20,000 താഴെ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം പരിഗണിക്കുക, വിശദമായ വീഡിയോ കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ 20,000 താഴെ ഒരു ഫോൺ എടുക്കാൻ പോകുന്നതായിട്ട് അറിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.